സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആർദ്രയെ സംബന്ധിച്ചിടത്തോളം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അംഗീകരിക്കപ്പെട്ട ഒരു സേവന വിഭാഗം ഇതല്ലാതെ മറ്റൊന്നുമില്ല. ആമുഖത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ ഹൃദയവും അദ്ദേഹത്തിൻ്റെ ആത്മാവും കൂടുതലായി സന്തോഷിക്കുന്ന നിമിഷങ്ങളാണിത്. അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നുകൂടിയതായ ഒരു ചിന്താഗതിക്ക് അദ്ദേഹം രൂപവും ഭാവവും നൽകിയപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സൂറിയായ സഭയ്ക്ക് സേവന വിഭാഗമായി ആർദ്രയെ അദ്ദേഹം രൂപപ്പെടുത്തിയപ്പോൾ അതിൻ്റെ വളർച്ചയിൽ ഇത്രമാത്രം പുരോഗതി നേടിയെടുക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് അന്ന് ആശങ്കപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവരുടെ സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ സേവന തൽപരരായി നിന്നവരുടെ പ്രോത്സാഹനവും ഈ നാനാജാതി മതസ്ഥരായ ആളുകളുടെ പ്രോത്സാഹനവും എല്ലാം ഏറ്റുകൊണ്ട് ഇന്ന് 2001 ശേഷം 2014 ഈ ആർദ്രയുടെ പ്രവർത്തന മേഖല വികസിച്ചു വരുമ്പോൾ അതിന് അതിൻ്റെതായ ചാരുതയും അതിൻ്റെതായ മഹത്വവും ഉണ്ട്. ഇന്നത്തെ ഈ ചടങ്ങ് എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഇന്നത്തെ സീനിയർ മെത്രാപ്പോലിത്തായും ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ അധിപനും അതിനെക്കാട്ടിലും ഉപരി ആർദ്രയുടെ പ്രസിഡന്റുമായി സേവനമനുഷ്ഠിക്കുന്ന തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയെ ഈ ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുവാനായിട്ട് എല്ലാവരുടെയും പേരിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചെയ്യുന്നത് ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നതെങ്കിലും കുട്ടനാട് അങ്ങനെ സുരക്ഷിതാബോധത്തിന്റെയും ആത്മീയ നിയന്ത്രണത്തിന്റെയും സകലത്തിന്റെയും ഉറവിടമായ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയെ എല്ലാവരുടെയും പേരിൽ ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഞാൻ നമ്മോടൊപ്പം ഉള്ളത് ഇടുക്കി ഭദ്രാസനാധിപൻ അഭിമന്യ മാത്യൂസ് മാർ തേവോദോസിയസ് തിരുമേനിയെ കുറിച്ച് പറയുമ്പോൾ ബസേലിയസ് കോളേജിൽ 5 കൊല്ലം എൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിച്ച് അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് അന്ന് എർത്തോയിൽ നിന്ന് പാണ്ടങ്കയിൽ നിന്നൊക്കെ വരുമ്പോൾ ഈ കൊച്ചു ഈ മാത്യു എന്ന് പറയുന്ന പയ്യൻ ഏത് നിലയിലാകുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹം വളർന്നു, അദ്ദേഹം പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതം അദ്ദേഹത്തിന് 30-60 മേനിയായിട്ടുള്ള നന്മകളെ കൊണ്ട് അദ്ദേഹത്തെ നിറച്ചു. ഇന്ന് ഇടുക്കി ഭദ്രാസനത്തിന്റെ അധിപനായി മാറിയിരിക്കുന്ന അഭിനന്ദന തേവോദോസിയസ് തിരുമേനി MD സ്കൂളുകളുടെ കോർപ്പറേറ്റ് ഈ സദസ്സിലേക്ക് സദൃശം സ്വാഗതം ചെയ്യുന്നു. ഈ വിഭാഗം ആശംസിക്കേണ്ടത് അങ്ങേയറ്റത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട AK തോമസ് സാറാണ്. പരിശുദ്ധ ബാവാ തിരുമേനിയോടൊപ്പം നിന്നുകൊണ്ട്, മാത്യൂസ് ജയൻ ബാവായോടൊപ്പം നിന്നുകൊണ്ട് അന്നത്തെ ആർദ്രയുടെ പ്രഥമ ട്രഷററായി സേവനമനുഷ്ഠിച്ച് ഇന്നും AK തോമസ് സാറിനെ എല്ലാവരുടെയും പേരിൽ സദർശനം സ്വാഗതം ചെയ്തുകൊണ്ടുണ്ട്.
ബഹുമാനപ്പെട്ട കുതിരവട്ടം സാറാണ് രാഷ്ട്രീയത്തിൽ ഇതുപോലെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വത്തെ കണ്ടെത്താനായിട്ട് സാധിക്കുമോ എന്ന് സംശയം. കാരണം അദ്ദേഹം അന്ന് തോമസ് കുതിരവട്ടം XMP അദ്ദേഹമാണ് ഇന്ന് ആർദ്രയുടെ ട്രഷറായി സേവനം അനുഷ്ഠിക്കുന്നത്. ബഹുമാനപ്പെട്ട കുതിരവട്ടം സാറിനെ എല്ലാവരുടെയും പേരിൽ ഞാൻ ജെയിംസ് ജോർജ്. ഇന്ന് ജെയിംസ് ജോർജ് എൻ്റെ കൂടി വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ കാണുമ്പോഴേ കുവൈറ്റ് ഇടവകയിൽ നിന്ന് അദ്ദേഹം നിർത്തിയിരിക്കുന്നു. ആദ്യത്തെ തുക ആര് തരും? ഞങ്ങൾ ഈ ആർദ്രയോട് ഞങ്ങൾ പലരെയും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ജെയിംസ് ജോർജ് അദ്ദേഹത്തിന്റെ ഇടവകയ്ക്ക് വേണ്ടി പറഞ്ഞു, ആ 3 ലക്ഷം രൂപ ഞങ്ങളുടേതായിരിക്കും എന്ന് പ്രഖ്യാപിച്ച് ഇന്നത്തെ വിതരണത്തിന് 3 ലക്ഷം രൂപ ഞങ്ങൾക്കായി ആ ഇടവകയിൽ നിന്ന് സമാഹരിച്ചു തന്ന ഇടവക വികാരിക്ക് വേണ്ടി ഇടവകയുടെ മെത്രാനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. 100 ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെങ്കിൽ 100ന്റെ സ്ഥാനത്ത് 123 പേർക്ക് ഇന്ന് ഈ സഹായ ധനം ഇവിടെ വിതരണം ചെയ്യുന്നു. ആ ബാക്കിയുള്ള 23 പേർക്ക് ധാരാളമായ സഹായ സഹകരണങ്ങൾ തന്ന എല്ലാ സ്പോൺസേഴ്സിനെയും എല്ലാ മാന്യവ്യക്തികളെയും ഏരിയ കത്തീഡ്രലിന്റെ വികാരി, മലങ്കര ഓർത്തഡോക്സ് സഭയോട് കമ്മിറ്റി മെമ്പർ, അതിനേക്കാൾ ഉപരിയായി MD സ്കൂളുകളുടെ ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്ത് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട നോൻ ജോസഫ് അച്ഛനെയും ഇന്ത്യക്കാരുടെ അച്ഛനെയും എല്ലാവരെയും എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സാധുവുമായി സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം തന്നെ എത്തിച്ചേർന്നിരിക്കുന്ന രാഷ്ട്രീയ പ്രബുദ്ധരായ എന്റെ വിദ്യാർത്ഥികളാണ് ഈ വേദിയിലൊക്കെ പഠിപ്പിച്ചുവിട്ടവരെ കാണുമ്പോൾ അവരിപ്പോഴും ഇതുപോലെ ശക്തരായി പ്രവർത്തിക്കുന്നുവെന്ന് കാണുമ്പോൾ ഞാനൊരു ശക്തി കുറഞ്ഞല്ലാതെ നിൽക്കുന്നത്. എന്നിരുന്നാലും എന്റെ വിദ്യാർത്ഥികളുടെ ലേഖനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അവരെയും ഞാൻ ഈ തോമസ് മാർ സാമിസ്റ്റസ് തിരുമേനി, അഭിനന്ദ ഇടുക്കി ഭദ്രാസന തിരുമേനി, നമ്മുടെ ഇന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, രീതിയിലുള്ള മറ്റ് വ്യക്തികളെ, ചരിജന്മാരെ, കന്യന്മാരെ, മാതാപിതാക്കളെ, സ്നേഹം. ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി 2001 ആരംഭിച്ചത്. പരിശുദ്ധ മാത്യൂസ് തുതിയൻ കാതോലിക്ക ബാബ തിരുമേനി അന്ന് ഈ ആർദ്രയ്ക്ക് കൊണ്ടുപോയി. ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം. അങ്ങനെ മെമ്പർഷിപ്പ് ചേർക്കാനാണ് ഞാൻ ഇറങ്ങി. 10-1 മെമ്പർഷിപ്പ് എൻ്റെ പണി, ആകെ ഉള്ളതിൻ്റെ 10-1 മെമ്പർഷിപ്പ് എൻ്റെ പണി. അന്ന് മുതൽ ഈ ആർദ്രയുമായി പ്രവർത്തിക്കും. ഈ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി രോഗികളായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ അവരപേക്ഷയുമായിട്ട് വന്നാൽ സഹായിക്കുന്നു, രോഗികളെ സഹായിക്കുന്നു, ഭവന നിർമ്മാണ രംഗത്ത് സഹായങ്ങൾ കൊടുക്കുന്നു. ചെങ്ങന്നൂര് സെന്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രലിലെ ഒരു കുടുംബം ഓർത്തഡോക്സുകാരാ. പിതാവിന് ആസ്മാരോഗി, കണ്ണ് കാണാം, അമ്മയും 2 മക്കളും കണ്ണ് കാണത്തില്ല. ആ രോഗികളായ കുടുംബത്തിന് നല്ല വീട് ആർദ്ര വെച്ചു കൊടുത്തു തുടങ്ങി ഭവന നിർമ്മാണ രംഗത്തേക്ക് ഒരുപാട് പരിപാടികളുമായി പോയി. ഞങ്ങൾ ആലോചിച്ചപ്പോൾ അതിനെക്കാട്ടിലൊക്കെ നല്ലത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ്. നല്ല ആ രംഗത്തേക്ക് കടന്നു. കഴിഞ്ഞ 3 വർഷം മുമ്പ് നമ്മൾ നേഴ്സിംഗിന് കുട്ടികളെ പഠിപ്പിച്ചു. സഭയിലെ ഓരോ തിരുവേനിമാരും സ്പോൺസർ ചെയ്തു വന്നു. ഏതാണ്ട് 25 കുട്ടികളെ നേഴ്സിംഗിന് പഠിപ്പിച്ചു. അവർക്ക് പഠിക്കാൻ ആവശ്യമായ പണം കൊടുത്തു, ഓരോരുത്തരും സഹായിക്കുകയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ തീരുമാനിച്ചു നമ്മൾ വിദ്യാഭ്യാസ സഹായം കൊടുക്കണം. തിരുവേനി സൂചിപ്പിച്ചതുപോലെ സ്കൂൾ തുറക്കുമ്പോൾ അത് ഇടുക്കി മാത്രമല്ല, ഇപ്രാവശ്യം പല സ്ഥലങ്ങളിലും കൊടുത്തു. നല്ല കിറ്റ്, നല്ല ബാഗ്, കൊട, വാട്ടർ ബോട്ടില്, അതുപോലെയുള്ള ബുക്കുകളൊക്കെ കൂടി കൊടുത്തു. ഒക്കെ ചെയ്തു. ഈ പ്രാവശ്യം വിദ്യാദീപ പദ്ധതി ആരംഭിക്കുകയാണ്. പരിപാടി ഇട്ട് കഴിഞ്ഞപ്പോൾ അതിലെ സഹായവുമായി ഞങ്ങൾ അടുത്തേക്ക് കടന്നു വന്ന കുവൈറ്റ് അഹമ്മദി സെന്റ് തോമസ് ഇടവക ഈ 100 പേർക്ക് കൊടുക്കാനുള്ള 3 ലക്ഷം രൂപ ഇന്നലെ ഇവിടെ ഏൽപ്പിക്കുകയുണ്ടായി. ഇവിടെ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ പ്രസംഗം നടത്തുന്ന ആ അഹമ്മദി പള്ളിയുടെ സെക്രട്ടറി ജെയിംസ് ജോർജ് ഇവിടെ ഇരിപ്പുണ്ട്. ആ പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം പന്തളം സ്വദേശിയായ ജോസഫ് ജോർജ് ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ കൂടി വന്നു. ആ രംഗത്തെ കുവൈറ്റ് ഇടവക ഈ സഹായവുമായി കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങൾ ഓർക്കണം, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും
അത് അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും ഒക്കെ മലയാളികളായ നഴ്സുമാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെയൊക്കെ മലയാളികളാണോ? അമേരിക്കയിൽ നമുക്ക് തോന്നുന്നു അല്ല. നമ്മുടെ കേരളം പഠിപ്പിച്ചു വിട്ട ആളുകൾ അവിടെ പോയി ജോലി ചെയ്ത് ഇങ്ങോട്ട് അയക്കുന്ന പണമാണ് നമ്മുടെ നാടിന്റെ രാജ്യത്തിന്റെ വികസനം. ആ രംഗത്ത് ഈ വികസനവുമായി മുമ്പോട്ട് പോകാൻ പുതിയ തലമുറയെ, അതിന് ഓർത്തഡോക്സ് എന്നൊന്നുമില്ല, കടന്നു വരുന്ന എല്ലാവരെയും സഹായിക്കാൻ വിദ്യാ ദീപം പരിപാടിയുമായി ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ഞാനൊക്കെ രാഷ്ട്രീയത്തോട് കുറച്ചു എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിയോട്. ഒരുമിച്ച് ഞങ്ങൾ നടന്ന, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് പ്രീ ഡിഗ്രി ഞാൻ NSS കോളേജിലെ ബികോമിന് പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. അന്ന് മുതലുള്ള സ്നേഹവും ബന്ധവും ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞു ഇനി കാഴ്ച കളയുന്നില്ല, രാഷ്ട്രീയമൊക്കെ നിർത്തി ജീവകാരുണ്യ പ്രവർത്തനം. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ കൊണ്ട് വിളിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകാൻ ഞങ്ങൾക്കെല്ലാം കഴിയട്ടെ. അതിന് ഈ ആർദ്ര ചെയ്യുന്ന സഹായങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സഹായവും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് അതിലേക്ക് ഈ പദ്ധതിയിൽ ഉദ്ഘാടനം നയിക്കുവാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ ആർദ്ര എന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഇവിടെ രൂപീകരിക്കുകയും അതും ആ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യുന്ന ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾക്ക് കുവൈറ്റിൽ നിന്നും അഹമ്മദി സെന്റ് തോമസ് പള്ളിയുടെ സഹായം ആയി 3 ലക്ഷം രൂപ നൽകുകയും ചെയ്തത് തികച്ചും ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യമാണ്. ഇവിടെ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചത് തന്നെ ഇതുപോലെയുള്ള ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സമൂഹത്തിൽ സേവനം ആവശ്യമുള്ളവരെ കണ്ടെത്തി അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. ദൈവത്തിൻ്റെ സ്പർശം നമുക്ക് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിയും. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് പലർക്കും ജീവിക്കാനുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ചിലർക്ക് രോഗം മൂലം പ്രയാസപ്പെടുന്നവരുണ്ട്. ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇങ്ങനെ പലതരത്തിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഞാൻ തന്നെ നിരവധി കുട്ടികളെ ഞാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ആരോടും പറഞ്ഞിട്ടൊന്നുമല്ല. നമ്മുടെ മുമ്പിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ല എങ്കിൽ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് കണ്ടു. ഞാൻ അതൊരിക്കലും ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ സഹായം അർഹിക്കുന്ന ആളുകളെ സഹായിക്കുന്ന വഴിയാണ് ദൈവ ശുശ്രൂഷയായി അതിനെ നമുക്ക് കാണാൻ കഴിയണം. അത്തരം ഒരു ദൈവ ശുശ്രൂഷയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നത്. അപ്പം ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ എത്ര നടത്തിയാലും അത് മതിയാവില്ല. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് കുവൈറ്റിൽ നിന്നുള്ള സഹായമുണ്ടായി, അതുപോലെ മറ്റുള്ള ആളുകളുടെ സഹകരണം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഒരു വലിയ ബഹുജന പ്രസ്ഥാനമായി വളർത്തിയെടുക്കാൻ കഴിയും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അപ്പം അതുകൊണ്ട് തന്നെ അഭിമന്യനായ കാതോലിക്ക ബാവ തിരുമേനിയുടെ അനുഗ്രഹാശംസകളോടെ നടന്നു വരുന്ന ഈ മഹത് പ്രസ്ഥാനം ഇതിൻ്റെ ട്രഷറർഷിപ്പ് കുതിരവട്ടമായിക്കൊണ്ട് ഫണ്ടിന് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അദ്ദേഹം പാർട്ടി പ്രവർത്തിച്ച പോയി ഫണ്ട് കളക്ട് ചെയ്യാൻ വിളിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് കാശ് എപ്പോഴും പോകാനുള്ളത് എന്നുള്ള വേറൊരു കാര്യം. സാധാരണ ആളുകൾ കളക്ട് ചെയ്ത് അതിൽ കുറേ എടുക്കുകയാണ്. ഇത് അങ്ങനെ ചെയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നേ കാശ് പോയിട്ടുള്ളൂ എല്ലാ കാര്യത്തിലും. അപ്പം അത്രയും ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് സാമൂഹ്യ സേവനത്തിന് മാത്രം ഇപ്പോൾ കാലൂന്നി നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പം സീനിയർ സിറ്റിസൺസിന് വേണ്ടി ഒരു വലിയ പ്രസ്ഥാനം അദ്ദേഹം തുടങ്ങുന്നു. അപ്പം ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം സമയം ചെലവഴിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു ആത്മാർത്ഥതയോടുകൂടിയാണ് അദ്ദേഹം അതിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അല്ലാതെ മറ്റ് യാതൊരു ലക്ഷ്യവുമില്ലാതെ
തന്നെയുമല്ല അഭിനന്ദനായ അന്തരശ്വസ് തിരുമേനിയുടെ അനുഗ്രഹത്തോടു കൂടി നടക്കുന്ന ഈ പ്രസ്ഥാനം ഒരു കാരണവശാലും ഇത് തളരില്ല, മുന്നോട്ട് കുതിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വേറൊരായിരുമ്പോൾ തന്നെ 6 സ്കൂൾ എന്നോട് പറഞ്ഞ് ഞാൻ 5 കരുതിയത്. എന്നോട് ഇടുക്കി ഭദ്രാസനാധിപൻ എന്നോട് പറഞ്ഞ് 5 അദ്ദേഹം പറഞ്ഞ 6ാമത്തെ സ്കൂളും തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പടിപടിയായി വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു കുതിച്ചുചാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ചെങ്ങന്നൂർ ഭദ്രാസനം എന്ന് പറഞ്ഞാൽ അരിപ്പടക്ക് വരുന്നുണ്ട്. ഏറ്റവും തിരുമേനിയാണ്. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് കീഴിലാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആന്ധ്ര ചാരിറ്റബിൾ സൊസൈറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ഈ പ്രസ്ഥാനം അടിക്കടി പുരോഗതിയിലേക്ക് കടന്നു വരണമെന്നും ഇവിടെ അതിൻ്റെ സഹായം കിട്ടുന്ന കുട്ടികൾ അത് നല്ല നിലയിൽ പഠിച്ചു വളർന്ന് ഭാവി സമൂഹത്തിന് ഗുണകരമായ നിലയിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഈ ദേവലോക അരമനയിൽ നടക്കുന്ന ഈ പവിത്രമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായി കരുതിക്കൊണ്ട് ഈ ആന്ധ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്. വിതരണം നടക്കുന്നു. അപേക്ഷകർക്ക് ഈ സഹായം വാങ്ങാം. ടോക്കൺ വിളിക്കണം. ജിസ്മി ജിഷ്ണു. അടുത്തത് ഷെൽമി ഷാജി. നമ്പർ 3 സേബ മാത്യു. സോണ VS. ജോസഫ്. ശ്യാമ ശിവൻ. അൻസു മേരി ജെയിംസ്. അജയ് A. ലിജു ജോസഫ്. ഷെറിൻ കെ ഷാജി. ഷെൽവി വർഗീസ്. സോഫിയ ഡാനിയൽ. യദുകൃഷ്ണൻ K. എസ്ലി ജോണി. വിസ്മയ ജോസഫ്. മാത്യൂസ് TT. അനോഷ് T. ജോസഫ്. അനുമോൾ തോമസ്. അനൂപ് P. അനിയൻ. നിത്തു മരിയൻ പത്രോസ്. നിത്തു മറിയം പത്രോസ്. എസിയ ചാക്കോ. പ്രിൻസ് മാത്യു. എലിസബത്ത് തോമസ്. അന്നമ്മ തോമസ്. അഞ്ജു ജോസഫ്. ജിബി ജോർജ്. രോഹിത് രാജ്. ജീനമോൾ കെ ജോർജ്. റിനോ റജി. കൃഷ്ണപ്രിയ കെ. സോണ മറിയം ജോസഫ്. വിനോദ് DC. അലൻ ചാക്കോ. അഖിൽ ചാക്കോ. അക്സ മരിയ. ജസ്റ്റി ശോശാമ കുര്യാക്കോസ്. അബിൻ തോമസ്. ശ്രീലേഖ MS. ജിത്തു രാജു. ബിനി സാബു. പൂജ സാബു. ബിന്നി ചെന്നി. അരുൺ B. ഡേവിഡ്. മേഘ സൂസൻ സുനിൽ. ജസ്റ്റിൻ എബ്രഹാം. അനൂപ് MR. അപർണ സുനിൽ. അശ്വതി S. അജോ KM. വിവേക് E. വിനോദ്.
Alan Joseph, Principal Thomas, Adarsh J.S., Shreya Kuryakos, Ajay Maman Koshi, Anjana Elizabeth Koshi, Divya Baiju, Gees Thomas, Jobin K. Thomas, Joel K. Thomas, Libu P. Isaac, Sona Sargent, Rubesh Kumar M.R., Sujitra S., Nandu P. Raju, Vinimol Marcos, Arya Chaco, Alan Radish, Akila Sudesh, Salim Shaji, Harimon K.M., Varghese Matthew, Sonia Joy, Sona Joy, Vinyamol Benny. 82 കുട്ടികളുടെ പേരുടെ വായിച്ചിട്ടുണ്ട്. ഇടുക്കി ഭദ്രാസനത്തിലെ 30 കുട്ടികൾക്ക് ഇതിൻ്റെ സഹായധനമുണ്ട്. അത് ഒന്നിച്ച് ദേവദോസ് തിരുമേനിയെ ഏൽപ്പിക്കും. കുഞ്ഞുങ്ങൾക്ക് എല്ലാ സഹായവും ഏറ്റുവാങ്ങി അവരെ കൊണ്ടുവന്ന മാതാപിതാക്കൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, ഒരു വാക്ക് മാത്രം. കുവൈറ്റ് അഹമ്മദി സെൻറ് തോമസ് ഇടവക സ്പോൺസർ ചെയ്യുന്ന ഈ പദ്ധതി ഇടുക്കി മേഖലയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എത്തിക്കുന്നു. അത് ഏറ്റുവാങ്ങുവാൻ ആദ്രാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹായഹസ്തം കുവൈറ്റ് അഹമ്മദി സെൻറ് തോമസ് ഇടവകയുടെ പ്രതിനിധിയായി വന്നിട്ടുള്ള നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ ജെയിംസ് ജോർജിലൂടെ നമുക്ക് നൽകിയ ഈ സഹായം എന്നും ശ്രീ രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ശുശ്രൂഷ ഈ സമൂഹത്തിന് നൽകുന്ന ആന്ധ്ര ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൂടുതൽ പ്രചോദനമേവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ബലഹീനായ എനിക്ക് നിങ്ങളോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനും ഇടുക്കിയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് ഏറ്റുവാങ്ങുവാനും സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആന്ധ്ര ചാരിറ്റബിൾ സൊസൈറ്റി സഭയുടെ ദീപമായി, പ്രകാശമായി സമൂഹത്തിലെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് സഹായം എത്തിക്കുന്ന ഒരു വലിയ ദീപസ്തംഭമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുവൈറ്റ് അഹമ്മദി സെൻറ് തോമസ് ഓർത്തഡോക്സ് ഇടവകയ്ക്ക് ഞങ്ങളെല്ലാവരുടെയും സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. കുവൈറ്റ് അഹമ്മദ് കുവൈറ്റ് അഹമ്മദി സെൻറ് തോമസ് ഇടവകയിൽ ശ്രീ ജെയിംസ് ജോർജ് അവരുടെ ക്ഷണിക്കുന്നു. വിദ്യാദീപം പദ്ധതിയിൽ പ്രിയ സുഹൃത്തുക്കളെ, അഹമ്മദി സെയിൻറ് തോമസ് ഓർത്തഡോക്സ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പുണ്യത്തിനും കൂടിയാണ്. സമൂഹത്തിലെ അശരണർ, പീഡിതർ, രോഗികൾ തുടങ്ങിയുള്ളവരെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടവകയാണ് അഹമ്മദി സെയിൻറ് തോമസ് ഓർത്തഡോക്സ് ഇടവക. ആ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആതുര സേവന രംഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ ചാരിറ്റി രംഗത്ത് ഒരു പുതിയ തുടക്കമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിദ്യാഭ്യാസ സഹായ നിധി. ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ച് 1-2 വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസ അവസാനിപ്പിച്ചുകൊള്ളാം.
മധ്യപൂർവേഷ്യൻ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഒരു കോൺഗ്രിഗേഷനായിട്ട് 1934 ആരംഭിച്ചതാണ് അഹമ്മദി സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവക. 2005 അതിൻ്റെ 75 വർഷം ഗോൾഡൻ ജൂബിലി പൂർത്തീകരിച്ച ഈ ഇടവക ഇന്ന് 80ന്റെ നിറവിലാണ്. ഈ 2014 ഞങ്ങൾ നടത്തിയ ഏതാനും ചില ആതുര സേവനങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട തെവോദിയോസ് ഇപ്പോൾ പോയി. ഈ കഴിഞ്ഞ ജനുവരി 17 തെവോദിയോസ് തിരുവേദിയുടെയൊക്കെ ഉത്തരവാദിത്വത്തിൽ നടത്തപ്പെടുന്ന തേവലക്കരയുള്ള ബദാനിയ പോയിന്റ് സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്കൊരു 40 ലക്ഷം രൂപയോളം മുടക്കി ഒരു പുതിയ ബ്ലോക്ക് ഈ ജനുവരിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ടായി. അതോടൊപ്പം അത്താലോസ് സിനിമയിൽ ഇവിടെ ഇരിപ്പുണ്ട്. അത്താലോസ് സിനിമയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ നടത്തപ്പെടുന്ന ശാന്തിതീരം എന്ന് പറഞ്ഞ ക്യാൻസർ പാലിയേറ്റീവ് കെയറിൽ ഒരു ആംബുലൻസ് വേണം എന്ന് തിരുമേനി ആവശ്യപ്പെടുകയും അത് ഞങ്ങൾ ഈ വർഷം മേടിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് തുമ്പോൺ സ്വദേശിയായ ഒരു മനു എന്ന് പറയുന്ന ഒരു പയ്യൻ ആരും നോക്കുവാനില്ലാതെ കുവൈറ്റിലെ ഒരു ആശുപത്രിയിൽ കിടന്നപ്പോൾ അവിടുത്തെ കുവൈറ്റിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ചില നഴ്സുമാരുടെയൊക്കെ സഹായത്തോടെ ഞങ്ങൾ അറിയുകയും ഉടൻ തന്നെ ഇടവകയിലെ മെമ്പറോ ഒന്നുമല്ലായിരുന്ന ആ മനുവിനെ തേടി പിടിച്ച് ഞങ്ങൾ സഹായിക്കുകയും ഇപ്പോൾ പുഷ്പഗിരി ആശുപത്രിയിലെ ചികിത്സയിലാണ്. ഒരു 1.5 ലക്ഷം രൂപ കൊടുത്ത് ആ പയ്യന് 28-27 വയസ്സോളം പയ്യന് കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന പയ്യനെ നാട്ടിലെത്തിക്കുകയും സഹായിക്കുകയും ചെയ്യാൻ ഞങ്ങളുടെ ഇടവക മുൻപന്തിയിലുണ്ടായിരുന്നു. അതേപോലെ അടുത്ത കാലത്ത് അവിടെ വെച്ചൊരു ആക്സിഡന്റ് മരിച്ച ജെയിംസ് എന്ന് പറയുന്ന തിരുവല്ല സ്വദേശി, പുള്ളി ആക്സിഡന്റ് മരിച്ചു കഴിഞ്ഞാണ് നമ്മളൊക്കെ അറിയുന്നത് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് നോക്കി അറിയുന്നത്. ഉടൻ തന്നെ ഇടവക ആകാരത്തിൽ ഇടപെടുകയും വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം നമുക്കൊക്കെ അറിയാവുന്ന പോലെ പരുമല ഇന്റർനാഷണൽ ക്യാൻസർ സെന്റർ അതിനുവേണ്ടി ഇടവക കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് ഈ ഇടവക 75 ലക്ഷം രൂപ എത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒട്ടനവധി സേവനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ചെയ്യുവാൻ തക്കോണം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ഒരു ദശാംശം നമ്മുടെ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് എത്തിക്കുവാൻ തക്കോണം ആ ഇടവക ഒറ്റക്കെട്ടായി, അതെനിക്ക് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ആ ഇടവക ഒന്നടങ്കം ഇതിന് പിന്നിലുണ്ട്. ഇതിന് ഞങ്ങൾ പൈസ സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ പൈസ ഫണ്ട് റേസ് ചെയ്യുന്നത് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു ആദ്യഫല പെരുന്നാൾ എല്ലാ വർഷവും ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ ആദ്യഫല പെരുന്നാളിൽ ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട് ഒരു പൈസ പോലും ഇടവകയ്ക്ക് എടുക്കാതെ കേരളത്തിലെ, ഇന്ത്യയിലെ അല്ലെങ്കിൽ കുവൈറ്റിലുള്ള സഹോദരങ്ങള് ദുരിതം അനുഭവിക്കുന്നവർക്ക്, വിദ്യാഭ്യാസ ആവശ്യമുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, കുവൈറ്റിലെ പല ക്രൈസ്തവ സ്ഥാപനങ്ങളും ക്രൈസ്തവ കൂട്ടുകളുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പൈസ പോലും പള്ളിയുടെ ആവശ്യത്തിലേക്ക് എടുക്കാതെ ആതുര സേവനം ചെയ്യുന്ന ഒരു ഇടവക, ഒരു വ്യത്യസ്തമായ ഇടവകയാണ് ഞങ്ങളുടേത് എന്ന് ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്. 1-2 കാര്യങ്ങൾ അഭ്യർത്ഥന തിരുമനസ് കൂടി ഉള്ളതുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. ഒന്ന്, പലപ്പോഴും നമ്മുടെ ഇടവകയിൽ നിന്ന് അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് കുവൈറ്റിൽ എത്തിച്ചേരുന്ന പല സഹോദരങ്ങളും അവിടുത്തെ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ടോ അവിടെ മെമ്പർഷിപ്പ് എടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർ ബന്ധപ്പെടുകയോ ആരാധനയ്ക്കോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ഞങ്ങളൊക്കെ തേടി പിടിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതുകൊണ്ട് തിരുമേനിയൊക്കെ ഭദ്രാസന പള്ളികളിൽ, സ്വന്തം ഭദ്രാസന പള്ളികളിലൊക്കെ അതാത് ഇടവകളിൽ നിന്ന് കുവൈറ്റിലേക്ക് വരുന്നവരെ അവിടെയുള്ള ഓർത്തഡോക്സ് ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അവിടെ പള്ളിയിൽ ആരാധനയ്ക്കെങ്കിലും പോകണം എന്ന് ഒന്ന് ഓർമ്മിച്ചു വിടാമെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. ഇപ്പോൾ കൊടുത്തെത്തിക്കുന്നതിൽ കൂടുതൽ സഹായം നമുക്ക് അവരിൽ എത്തിക്കാൻ പറ്റും. എപ്പോഴും ആവശ്യങ്ങൾ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ അറിയാതെ പലരും അവിടുന്ന് ഈ കുവൈറ്റിലെ നമുക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഒരു സ്ഥലത്തൊക്കെ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ആരും അറിയാത്ത ചില മേഖലകളിലൊക്കെ ആയിരിക്കും ഒരു അത്യാവശ്യം സഹായിക്കാൻ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് എപ്പോഴും ഇവിടുന്ന് പോകുന്നവർ ഗൾഫ് മേഖലയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഓർത്തഡോക്സ് ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആരാധനകളിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു സജഷൻ ഞാൻ തിരുവേദിയുടെ വെക്കുകയാണ്. രണ്ടാമതായിട്ട് ആർദ്രതയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഐസക് സാർ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം പലപ്പോഴും പള്ളിയിൽ മിക്ക മാസ മീറ്റിങ്ങുകളിലും ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട്.
പലപ്പോഴും നമുക്ക് ഇതിന്റെ വാലിഡിറ്റിയോ ക്രെഡിബിലിറ്റിയോ ഒന്നും നമുക്കറിയില്ല. ഞങ്ങളത് അന്വേഷിക്കാൻ പ്രത്യേകിച്ച് ഒരു മാർഗ്ഗമില്ല. വരുന്നവർക്കൊക്കെ കുറേശ്ശെ അയച്ചു കൊടുക്കുക. ചിലപ്പോൾ അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ വരുന്നു, ചിലരുടെ അനർഹർക്ക് കിട്ടുന്നുണ്ടാകും. പക്ഷെ ഇതൊക്കെ നമ്മുടെ സഭയുടെ ഒരു ഒഫീഷ്യൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കത് ചാനലൈസ് ചെയ്യാമെങ്കിൽ ഇത് കിട്ടേണ്ടവർക്ക് കിട്ടും, കിട്ടേണ്ട എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. ആ തരത്തിലുള്ളൊരു ചിന്ത ഈ ആർദ്ര പോലെയുള്ള ഒഫീഷ്യലായിട്ടുള്ളവരും കൂടെ ചെയ്യാമെങ്കിൽ ഞങ്ങളെ പോലെ അവിടെയുള്ളവർക്ക് വളരെ സഹായകരമായിരിക്കും. അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും സഹായം എത്തിക്കുവാനായിട്ട് ഞങ്ങളാൽ അവർക്ക് സഹായം എത്തിക്കുവാൻ സാധിക്കും എന്ന് ഉറപ്പായി പറയുക. ഏതായാലും ഇന്നത്തെ ഈ വിദ്യാദീപം എന്ന് പറഞ്ഞ ഈ പ്രൊജക്ട് നല്ലതായിട്ട് വളരട്ടെ. ഇതിലൂടെ സഹായം ലഭിച്ച കുഞ്ഞുങ്ങൾ അവർക്കും കുടുംബത്തിനും അതിലൂടെ സമൂഹത്തിൽ നന്മയുള്ളവരായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളാം. പക്ഷേ ആദ്യം നന്ദി പറയുന്നത് കടന്നു വന്ന നിങ്ങൾക്കാണ്. കോട്ടയം ജില്ലയിൽ മാത്രമല്ല, പാലക്കാട്ട് നിന്നും കണ്ണൂരിൽ നിന്നും പത്തനംതിട്ട നിന്നും രാവിലെ 9:30 തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഈ വിദ്യാദീപ പരിപാടിയിൽ അംഗങ്ങളായ മിടുക്കരായ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ കാണിച്ച ആ ത്യാഗത്തിന് ആർദ്രയുടെ എല്ലാ നന്ദിയും ഒറ്റവാക്കി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അവർ, ആർദ്രയുടെ പ്രസിഡന്റ് അഭിമന്യ തിരുമേനി, അതുപോലെ തന്നെ ഇടുക്കി ഭദ്രാസന മെത്രാപ്പോലീത്ത ബഹുമാനപ്പെട്ട ജോൺ മാത്യു സാറ്, ഇതിൻ്റെ ട്രഷറർ തോമസ് മുതിരപ്പൻ സാറ്, എ കെ തോമസ് സാറ്, ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളായ പത്രോസ് സാറ്, വൈമാക്കൻ സാറ്, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോർജ് തോമസ് സാറ്, അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നാട്ടിൽ വരുമ്പോഴൊക്കെ ആർദ്രയിൽ സഹായിക്കാറുണ്ട്. ഇവരോടെല്ലാം ഉള്ള നന്ദി ഞാൻ ഒറ്റവാക്കിൽ രേഖപ്പെടുത്തുന്നു. ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ സഹായിച്ച ധാരാളം പേരുണ്ട്. ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളുണ്ട്, സെക്യൂരിറ്റി അംഗങ്ങളുണ്ട്, റിഫ്രഷ്മെൻറ്റ് നടക്കുന്ന ചാർലി കാറ്ററിംഗ് BF ഫുഡ്സിൻ്റെ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ മറ്റ് ക്രമീകരണങ്ങളൊക്കെ നടത്തിയ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഒരു കാര്യം അറിയിക്കട്ടെ. നിങ്ങൾക്കുള്ള ഒരു ലഘുഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം എല്ലാവരും ലഘുഭക്ഷണം കഴിച്ച് തൃപ്തരായ ശേഷമാണ് പോകാൻ. ഈ പദ്ധതി അടുത്ത വർഷവും തുടരണം എന്നാണ് ആർദ്രയുടെ ആഗ്രഹം. ബഹുമാനപ്പെട്ട ദേശീയോജനെ പോലുള്ള നമ്മുടെ പ്രവർത്തകർ ഈ ദേവാലയത്തിലുണ്ട്. പക്ഷേ ഒന്നുകിൽ അഹമ്മദ് ദേവാലയം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പോൺസേഴ്സ് അവരൊക്കെ നമ്മൾ ഇതാക്കും. എങ്കിലും ഏറ്റവും കൂടുതൽ ആത്മബന്ധം ഈ അഹമ്മദ് ദേവാലയത്തോട് ഇപ്പോൾ ആർദ്രയ്ക്കുണ്ട്. കാരണം ആർദ്രയുടെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ആദ്യമായിട്ട് സ്പോൺസർ ചെയ്തുകൊണ്ട് സഭയ്ക്ക് മാതൃക കാണിച്ചത് അഹമ്മദ് ദേവാലയമാണ്. ആ ദേവാലയത്തെ പ്രത്യേകം സ്മരിച്ചുകൊണ്ട് അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും അതുപോലെ തന്നെ വികാരിയെയും അതിൻ്റെ ട്രസ്റ്റി സെക്രട്ടറിയും ഒക്കെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇനിയും 2:30 ആർദ്രയുടെ വാർഷിക പൊതുയോഗം ഇവിടെ ചേരുന്നുണ്ട്. അതിൽ വന്നിട്ടുള്ളവരൊക്കെ പങ്കെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.